ഇന്ന് ഈ ബിസിനസിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളതാണ് ആദ്യം ഞാൻ സംസാരിക്കുന്നത്. കാരണം നമ്മള് നമ്മൾ ഓരോ കാലഘട്ടത്തിലും ഓരോ ഓരോ വലിയ റെവല്യൂഷൻസ് വരാറുണ്ട്. ആ റെവല്യൂഷനകത്ത് നമുക്ക് പലപ്പോഴും നമ്മൾ അറിയുന്ന ലേറ്റ് ആയിട്ടാണ് എല്ലാവരും പങ്കെടുക്കുന്നത്, വളരെ വൈകിയാണ്. ആ റെവല്യൂഷൻ വരുന്ന സമയത്ത് പലപ്പോഴും നമ്മളതിനെ നമ്മൾ മടിയോടുകൂടി കാണുന്നവരാണ് എല്ലാവരും. ഫ്യൂച്ചർ, അതായത് ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, പണ്ട് ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. നമ്മളെല്ലാ സാധനങ്ങളും നമ്മളൊരു സാധനങ്ങൾ വാങ്ങി, അതായത് നമുക്ക് കപ്പ വേണമെങ്കിൽ നമ്മൾ ചക്ക കൊണ്ട് കൊടുക്കുന്നു, അരി വേണമെങ്കിൽ കാപ്പിക്കുരു കൊണ്ട് കൊടുക്കുന്നു. ഇതായിരുന്നു ആദ്യത്തെ സിസ്റ്റം. എല്ലാ സാധനങ്ങളും എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. നമുക്കൊരു സാധനം വേണമെങ്കിൽ നമ്മൾ മറ്റൊരു സാധനം കൊടുത്ത് വാങ്ങുന്നതായിരുന്നു നമ്മുടെ രീതി. നമ്മുടെ പഴയ പൂർവികരൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്താണ്. കാരണം ഓരോ കാലഘട്ടത്തും കുറച്ച് കഴിയുമ്പോൾ അപ്ഗ്രേഡ് ചെയ്യും. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേന് ആൾക്കാർക്ക് തോന്നി ഇത് ഭയങ്കര തലച്ചുമടയിൽ ഈ സാധനം കൊണ്ട് കൊടുക്കണം, അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടികളാണ്, കാരണം ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ അന്നത്തെ കാലത്ത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യം വന്നതാണ് ഗോൾഡ് കോയിൻ. പിന്നെ ട്രാൻസാക്ഷൻ ഉപയോഗിക്കാൻ തുടങ്ങി. സ്വർണ്ണ കോയിൻ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഒരാൾ ഒരു കാപ്പിക്കുരു വേണമെങ്കിൽ സ്വർണ്ണ കോയിൻ കൊടുത്ത് വാങ്ങുന്നു. അപ്പൊ അന്ന് തന്നെ അത് വലിയൊരു കണ്ടുപിടുത്തമായിട്ടാണ് വെച്ചാൽ വളരെ എളുപ്പമാണ്. കാപ്പിക്കുരുവിന് പകരം നമ്മൾ നെല്ല് കൊണ്ട് കൊടുക്കണ്ട, നെല്ല് ചുമന്നുകൊണ്ട് പോകണ്ട, അതിന് പകരം ഗോൾഡ് കോയിൻ കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് സിൽവർ കോയിൻ, കോപ്പർ കോയിൻ ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ആ ഒരു കോയിന്റെ കാലഘട്ടത്തിൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേന് ആൾക്കാർക്ക് അതിനകത്തും ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഇത് തലച്ചുമടയിൽ കൊണ്ടു നടക്കണം, കള്ളന്മാരുടെ അറ്റാക്ക് വരും, രാത്രി സൂക്ഷിക്കാൻ ബുദ്ധിമുട്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ വന്ന സമയത്താണ് അടുത്ത ലെവലിലേക്ക് ഇത് കയറുന്നത്. അതാണ് കറൻസി വന്നത്. കറൻസി നോട്ട് വരാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അതാണ്. കാരണം ആൾക്കാർ ഓരോ കാലത്തും അത് ഈസിനെസ്സിലേക്ക് തിരിയും, അപ്ഗ്രേഡ് ചെയ്യും. അങ്ങനെ വന്നതാണ്. ആ ബാർട്ടർ സിസ്റ്റം കഴിഞ്ഞ് നമ്മൾ കോയിൻ ഉപയോഗിച്ച് നമ്മുടെ കാരണവന്മാരെ ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടിരുന്നു. അതിനുശേഷം വന്ന വലിയൊരു മാറ്റമാണ് കറൻസി നോട്ട്. ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു ഒരു പേപ്പറിന് ഇത്രയും വില ഉണ്ടാവും എന്ന്. ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ആ പേപ്പർ കൊടുത്താൽ ഈ സാധനം തരിക എന്ന് പറയുന്ന ഒരു സാധനം. അപ്പൊ ഗവൺമെന്റ് അതിന് പകരമായിട്ട് സ്വർണം വെച്ചിട്ടാണ് ഈ കറൻസി അടിക്കുള്ളായിരുന്നു. കറൻസി പ്രിന്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ഈക്വൽ വാല്യൂ ഉള്ള ഗോൾഡ് വെച്ചിട്ടേ കറൻസി അടിക്കുള്ളായിരുന്നു ഒരു കാലത്ത്. അങ്ങനെയാണ് കറൻസി പ്രിന്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ആൾക്കാർ വളരെ എളുപ്പമായി, ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. കറൻസി നോട്ട് കൊണ്ടുനടന്ന് ഇപ്പൊ ചുമടില്ല, വളരെ എളുപ്പമായി. പക്ഷേ അന്നേരം ഗവൺമെന്റ് അതിനുശേഷം പയ്യെ ഗ്രാജുവലി സ്വർണം വെക്കാതെ തന്നെ കറൻസി അടിക്കാവുന്ന ലെവലിലേക്ക് ഗവൺമെന്റ് വന്നു. പക്ഷെ പല ഗവൺമെന്റുകളും വളരെ ആലോചിച്ച് സൂക്ഷിച്ചേ ചെയ്യുള്ളൂ. അല്ലാതെ നമുക്കിവിടെ ദാരിദ്ര്യമാണെങ്കിൽ ഉടനെ കുറെ കറൻസി നോട്ട് അടിച്ചെടുക്കാൻ പറ്റിയില്ല. കാരണം അങ്ങനെ വന്ന നാണയപ്പെരുപ്പം വരും, അത് ചിലപ്പോൾ ഒരു എക്കണോമി തന്നെ ക്രാഷ് ചെയ്യും. അതുകൊണ്ട് ഗവൺമെന്റുകൾ വളരെ സൂക്ഷിച്ച് കറൻസി പ്രിന്റ് ചെയ്യുള്ളൂ. വളരെ സൂക്ഷിച്ചും വളരെ ശ്രദ്ധിച്ചും മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ അതിന്റെ അടുത്ത ലേറ്റർ സ്റ്റേജിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അതിന്റെ അടുത്ത ലെവലിലേക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു കാലമാണ്. അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പല ആൾക്കാർക്കും ഇത് മനസ്സിലായിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ഇന്ന് റിയൽ എസ്റ്റേറ്റ് ഒക്കെ വളരെ മോശമാണ്? അതിന്റെ റീസൺ എന്താണ്? ഇന്നൊരു ലാൻഡ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ അല്ല. കാരണം ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിന് ഒരിക്കലും റിട്ടേൺ തിരിച്ച് കിട്ടാത്ത ഇവിടെ ഒത്തിരി ആൾക്കാർ ഇപ്പൊ പോയി റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവരുണ്ട്, റിയൽ എസ്റ്റേറ്റ് കുടുങ്ങി കിടക്കുന്നവരുണ്ട്. ഇന്നും നമ്മുടെ വീടിനടുത്തുള്ള പല ആൾക്കാർ റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങൾ നടത്താനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ കിടന്ന് ഓടുന്നുണ്ട്. കാരണം ഇനി റിയൽ എസ്റ്റേറ്റ് സ്ഥലം എന്ന് പറയുന്ന ഒരു സാധനത്തിനൊക്കെ കാരണം ഇനി ഡിജിറ്റൽ ലോകത്തേക്ക് മാറി, ഡിജിറ്റൽ കറൻസി ആയി, ഡീസെൻട്രലൈസ്ഡ്. കാരണം കറൻസി എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് ഒരു സിസ്റ്റത്തിലായിരുന്നു. കാരണം ഒരാൾക്ക് എത്ര ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നും എത്ര അസറ്റ് ഉണ്ടെന്നും ഒരു ഇൻകം ടാക്സിലുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു RBIയിൽ ഒരാൾക്കോ ഈസി ആയിട്ട് ഒരു ബട്ടണിൽ കിട്ടും എവിടേക്ക് ഒരാൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നുള്ള കാര്യം. അതിനെയായിരുന്നു സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി പയ്യെ അടുത്തൊരു ലെവലിലേക്ക് കയറി കഴിഞ്ഞു. ഓൾറെഡി നമ്മൾ പല ആൾക്കാരും ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെ നാട്ടിൽ 99% ആൾക്കാരും അറിയാത്ത നടക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലേക്ക് വന്നു. ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യങ്ങളും ഓരോ കറൻസി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ നമ്മൾ കറൻസി നോട്ട് ഉപയോഗിക്കുന്നു, US-ലാണെങ്കിൽ ഡോളറാണ്, വേറെ ഓരോ രാജ്യത്തും അതാത് രാജ്യത്തിന്റെ കറൻസി ഉണ്ട്. ഇതിന് പകരം ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഡിജിറ്റൽ കറൻസിയിലേക്ക് വന്നതാണ് അടുത്ത ലെവൽ. അതിന് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറയും. അതായത് ഒരാൾക്ക് അവർക്ക് എത്ര പണമുണ്ടോ അത് അവരുടെ തന്നെ വാലറ്റിൽ ഒരാളും ഒരു മൂന്നാമത് ഒരാളോ ഗവൺമെന്റിനോ ആർക്കും ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരുടെ പണം സൂക്ഷിക്കാനുള്ള മാർഗം, സിസ്റ്റം ആണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. അതിനെയാണ് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. ആ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ഓൾറെഡി വന്നു. പല ആൾക്കാരും അത് ഉപയോഗിക്കുന്നുണ്ട്, പല ആൾക്കാരും ഇത് അറിഞ്ഞിട്ട് പോലുമില്ല. പക്ഷെ ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറിയാത്ത ആൾക്കാര് ഇനി ഇതൊന്നും മനസ്സിലാക്കാത്ത ആൾക്കാർ, ഈ ട്രെൻഡുകളൊന്നും മനസ്സിലാക്കാത്ത ആൾക്കാരുടെ ഭാവി എന്താവും എന്നുള്ള കാര്യം ആർക്കും പറയാൻ പറ്റില്ല. നമ്മൾ പല ആൾക്കാരും നാട്ടിൽ മാർക്കറ്റ് മോശമാണ്, ഡൗൺ ആണ്, ബിസിനസ് മോശമാണെന്നൊക്കെ ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് ബിസിനസ് മോശമാകുന്നുള്ള കാര്യം പല ആൾക്കാർക്കും അറിയില്ല. ഇതൊക്കെ കൊണ്ടാണ് ബിസിനസ് മോശം. ഓരോ കാലഘട്ടത്തിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേജർ ഷിഫ്റ്റിംഗ് ആണ്. മേജർ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റിംഗ് ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഷിഫ്റ്റിംഗ് മനസ്സിലാക്കി അതിനനുസരിച്ച് പൊസിഷൻ ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര ലെവലിലേക്ക് വളരും. അതേ സ്ഥാനത്ത് ഈ ട്രാൻസിഷൻ മനസ്സിലാക്കാതെ
നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയും പുതിയ സ്കില്ലുകൾ പഠിക്കാൻ വിമുഖത കാണിക്കുകയും ചെയ്യുന്ന ആൾക്കാർ വളരെ പുറകിലേക്ക് പോകും. എപ്പോഴും ഇനി നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഇപ്പോഴും കുട്ടികളെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നത്, പേരൻസ് പറഞ്ഞു വിടുന്ന ഡിഗ്രി ബിടെക് പോയിട്ട് പഠിച്ചിട്ട് അവിടെ പഠിച്ചിട്ട് ഇറങ്ങി വന്നിട്ട് വീണ്ടും അവർക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു വിടുന്നവരുണ്ട്. ഈ ബിടെക് ഒക്കെ 4 വർഷം പഠിച്ചിട്ട് പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ അവർ പഠിച്ച ഒരു സാധനത്തിനും ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവില്ല, പുതിയതായിട്ട് അവർ പഠിക്കേണ്ടി വരും ഒരു ജോലിക്ക് പോയാൽ. ഇന്ന് നിങ്ങൾക്ക് അറിയാം, പല ആൾക്കാരും പല കുടുംബങ്ങളിൽ നടക്കുന്നതാണ്. കാശ് കൊടുത്ത്, എനിക്കറിയാവുന്ന ഒരു ഫാമിലി കഴിഞ്ഞ ദിവസം 80 ലക്ഷം രൂപ കൊടുത്ത് MBBS അഡ്മിഷൻ വാങ്ങിയിട്ടുണ്ട്. പല ആൾക്കാർക്കും അറിയില്ല ആ മേഖലയൊക്കെ തന്നെ ഇനി AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും എല്ലാം കീഴടക്കാൻ പോവുകയാണ്. ഇപ്പൊ പോലും ഏകദേശം 3.5 ലക്ഷം ആൾക്കാർ ഇന്ത്യയിൽ MBBS കഴിഞ്ഞ ഒരു ജോലി ഇല്ലാന്ന് ഇപ്പൊ ഇപ്പൊ പോലും, ഈ AI ഒക്കെ വരുന്നതിന് മുമ്പ് പോലും. പക്ഷെ ഈ മാർക്കറ്റ് ഒന്നും അറിയാൻ മേലാത്ത ആൾക്കാർ ഇപ്പോഴും പോയി ഇതുപോലത്തെ പഴയ കാര്യങ്ങൾ, അന്തക്കാലത്തെ കാര്യങ്ങൾ പണ്ട് നമ്മള് എന്താ പറയുക, നമ്മൾ സ്കൂളിൽ പുസ്തകം പഠിച്ച്, ഇന്ന് സ്കൂളിൽ പോലും ടീച്ചർമാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ പുസ്തകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വിരൽത്തുമ്പിൽ അറിയാവുന്ന പല കാര്യങ്ങളും അതിന് പകരം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇന്ന് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പലതും. ഇപ്പൊ കുട്ടികളെ രാത്രി ഉറക്കളച്ചിരുന്ന് പഠിച്ചിട്ട് ഇറങ്ങി വരുന്നതും ജസ്റ്റ് ഒരു പേപ്പർ മാത്രം കാണാം. അതായത് ക്വാളിഫൈഡ് അൺഎംപ്ലോയിഡ് ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ബാധ്യതയാകാൻ പോകുന്നത് രാജ്യത്തിന്. ക്വാളിഫൈഡ് ആയിട്ട്, അതായത് അവരുടെ വിശ്വാസം ഞാൻ ക്വാളിഫൈഡ് ആണെന്നാണ്. അതായത് എന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി, അപ്പൊ എന്റെ ബിടെക് ഉണ്ട്, MTech ഉണ്ട്, എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷെ എനിക്ക് ഒരു തൊഴിലും ഇന്നത്തെ ഒരു തൊഴിലും അറിയാൻ മേലാത്ത ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. അതായത് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ക്വാളിഫൈഡ് ആണ് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ എന്റെ ലെവലിന് താഴെ ഒരു ജോലി ചെയ്യാൻ എന്റെ ക്വാളിഫിക്കേഷന് അനുസരിച്ച് ഒരു ജോലി മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ പഠിച്ച സബ്ജക്റ്റിന് ഇവിടെ ഒരു ജോലി ഇല്ല, അല്ലെ ഞാൻ പഠിച്ച സബ്ജക്റ്റിന് ഒരു ഡിമാൻഡ് ഇല്ലാത്തൊരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. അതാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു ക്രൈസിസ് വരുന്നൊരു സമയമാണ്. അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നതാണ് ഒരു രാജ്യത്തിന് ബാധ്യതയാകുന്നത്. ഇതാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ്. ഇന്നും പല ആൾക്കാർക്കും അറിയാൻ പറ്റില്ല. ഇവിടെ പല കുട്ടികളെയും ലോൺ എടുത്ത് പുറത്തേക്ക്, കാരണം ഇവിടെ നാട്ടിൽ അവസരങ്ങൾ കുറവായതുകൊണ്ട് ലോൺ എടുത്ത് പുറത്തേക്ക് പോകുന്നു. പല സർക്കസുകളും അവരവർ അറിയാവുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാന റൂട്ട് കോസ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ നടന്നിരിക്കുന്ന, അല്ലെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ട്രാൻസ്ലേഷനാണ്. ഈ ട്രാൻസ്ലേഷൻ അറിയാൻ മേലാതെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ ഈ പ്രോസസ്സിനകത്ത് കാണുകയല്ല, അവര് ടോട്ടലി ഒത്തിരി പുറകിലേക്ക് പോകും. അതായത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അമേരിക്കൻ മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സമ്പന്നതയുടെ അൾട്ടിമേറ്റ് ആയിട്ടാണ്. അമേരിക്കയെ കുറിച്ച് എല്ലാവർക്കും അറിയുമോ? അമേരിക്ക എന്ന് പറഞ്ഞാൽ സ്വർഗമാണെന്നാണ് നമ്മളെല്ലാം വിശ്വാസം. അമേരിക്കയിൽ എത്ര പേര് നന്നായിട്ട് ജീവിക്കുന്നുണ്ടോ, കോടീശ്വരന്മാരുടെ കഥകളായിരിക്കും നമ്മൾ കേട്ടിരിക്കുന്നത്. അതിന്റെ 10 ഇരട്ടി 100 ഇരട്ടി തർമ്മക്കാരുണ്ട്. ഇതുണ്ടായത് ഏത് കാലത്താന്ന് വെച്ചാൽ US എക്കണോമി ബൂം ചെയ്ത കാലത്ത് സംഭവിച്ചതാണ്. 80s US എക്കണോമി ബൂം ചെയ്തത്. ആ US എക്കണോമി ബൂം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സിന്റെ കാലമാണ്. ഇൻവെസ്റ്റേഴ്സ് പൈസ ഉണ്ടാക്കും. രണ്ടാമത് പുതിയ ആ കാലത്തുള്ള ഓപ്പർച്യൂണിറ്റികളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നവരും വളരും. ഇതില്ലാത്ത ആൾക്കാർ മുഴുവനും തൂത്തുവരപ്പെടും. അവര് പിക്ചറിലേക്ക് കാണിയല്ല. ഈ ഒരു ഷിഫ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ആ ഷിഫ്റ്റിംഗ് നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടാക്കാം. അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് വളരെയധികം നമ്മൾ പുറകിലേക്ക് പോകും. അപ്പൊ ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ AI റോബോട്ടിക്സിന്റെയും കാലമാണ്. ആരാണ് ടെക്നോളജി ഉപയോഗിക്കുന്ന ആൾക്കാർ ഭയങ്കര ലെവലിലേക്ക് വളരും. വേറൊരു സൈഡില് ടെക്നോളജി ഉപയോഗിക്കാത്ത ആൾക്കാർ, ഇങ്ങനെ 2 പേരെ കാണും. പണ്ടൊക്കെ നമ്മൾ 2 പേരെന്ന് പറഞ്ഞാൽ അക്ഷരാഭ്യാസം ഉള്ളവരും അല്ലാത്തവരുമായിരുന്നു. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ അക്ഷരാഭ്യാസം എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിക്കുന്നവരാണ്. അല്ലാത്ത ആൾക്കാർ പിക്ചർ കാണുകയല്ല. ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച. ഇനി അഫക്ട് ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രികൾ എന്തൊക്കെയാണ്? സമസ്ത മേഖലയിലും അഫക്ട് ചെയ്യും. അതായത് അഗ്രികൾച്ചർ ഇൻഡസ്ട്രി, കൃഷിയാണ് പല ആൾക്കാരും നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയും. നമ്മുടെ രാജ്യത്തിന്റെയൊക്കെ ബാക്ക് ബോൺ കർഷകരാണെന്നൊക്കെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. കൃഷിയിൽ പോലും മുഴുവൻ ടെക്നോളജി വരുവാണ്. ഇന്നത്തെ പഴയ ഓൾഡ് ജനറേഷൻ ആൾക്കാർക്ക് കൃഷി ചെയ്യാൻ സർവൈവ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അവരുടെ ലേബർ ചാർജ് വളരെ ഹൈ ആണ്. ഇന്നൊരു കൃഷിയിൽ 50%, ഞാൻ ഫാമിംഗ് ഇൻഡസ്ട്രിയിൽ ആയതുകൊണ്ട് പറയാം, 50% ലേബർ ചാർജാണ് ഇന്നൊരു കൃഷിയിൽ. ഒരിക്കലും 50% പ്രൊഡക്ഷൻ കോസ്റ്റ് ഉള്ള സാധനം എങ്ങനെ ലേബർ മാത്രം എങ്ങനെ സക്സസ്ഫുൾ ആകുമെന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അതിനകത്ത് ടെക്നോളജി വരുവാണ്. വളരെ ലളിതമായിട്ട് ലേബർ ഇല്ലാതെയും അല്ലെങ്കിൽ വളരെ ചെറിയ ലേബറോട് കൂടി ചെയ്യാൻ പറ്റുന്ന, ഇന്ന് ഓൾറെഡി അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് വളരെ ചെറിയ ഏരിയയിൽ ഒരു ചെറിയൊരു പോളി ഹൗസ്, 10 സെന്റിലുള്ള ഒരു പോളി ഹൗസിനകത്ത് ലക്ഷങ്ങളുടെ രൂപ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാർ ഇന്ന് വന്നു കഴിഞ്ഞു. വലിയ ഓപ്പൺ ഏരിയയിലുള്ള കൃഷികളൊക്കെ കുറഞ്ഞുകൊണ്ട് മൈക്രോ ഗ്രീൻസ് അങ്ങനത്തെ സാധനങ്ങൾ, അതൊക്കെ പ്രൊഫഷണൽസിന്റെ കയ്യിലേക്ക് പോവുകയാണ്. അതായത് ഇനി ഈ പണിയൊന്നും ഇല്ലെന്ന് കൃഷിപ്പണിക്ക് പോയേക്കാം, ചാണകം മാറാൻ പോയേക്കാന്ന് വിചാരിച്ചാൽ അതിന് പോലും സ്കോപ്പ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. അതിനകത്ത് മുഴുവൻ ടെക്നോളജി വരുവാണ്. ലേബർ ഇല്ലാത്ത ചെറിയ ഏരിയയിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന പ്രൊഫഷണൽസ് ആണ് ഇന്നത്തെ തലമുതിർന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് ആ ഇൻഡസ്ട്രിയൊക്കെ തന്നെ പോവുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും അറിയാമോ? കാരണം ഒരു നനയ്ക്കാനൊന്നും ആൾ വേണ്ട. സമയത്ത് ഒരു ചെടിയുടെ പോലും ഡെഫിഷ്യൻസി എന്താണെന്ന് തന്നെ സെൻസ് ചെയ്യാനും അതിന് വേണ്ട ന്യൂട്രീഷൻ തന്നെ സമയത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് അഗ്രികൾച്ചർ മാറുവാണ്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഹെൽത്ത് കെയറിൽ മാറുന്ന വലിയൊരു മാറ്റം. ഇനി ഒരു ഡോക്ടറെ
ഒരു ഡോക്ടറുടെ ഇൻവോൾവ്മെന്റ് വരുന്നതാണ് റിസ്ക്. കാരണം ഒരു ഡോക്ടർ ഒരു അസുഖം കണ്ടുപിടിക്കാൻ അങ്ങേർക്ക് സാധിച്ചില്ലെങ്കിൽ ആ രോഗിയുടെ കാര്യം മോശമാണ്. നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്, അയ്യോ അവിടെ പോയതാ, ഇന്ന ആശുപത്രി പോയതാ, അവിടുത്തെ ഡോക്ടർ രോഗം ഡയഗ്നോസിസ് ചെയ്തില്ല, അങ്ങനെ അവരൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു വിട്ടു, അതിനുശേഷം രോഗം വല്ലാതെ കൂടിയെന്ന് പറഞ്ഞു. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടാണ് ആ രീതിയിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആ പ്രോബ്ലം വരികയില്ല. അപ്പൊ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ഇന്ന് മനുഷ്യനല്ല, മെഷീനാണ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. മെഷീൻ തരുന്ന റിപ്പോർട്ടാണ് കുറച്ചുകൂടെ വിശ്വസിക്കാൻ പറ്റുന്നുള്ള ലെവലിലേക്ക് വരുന്നു. അപ്പൊ ഇനി മുതൽ ഭാവിയിൽ രോഗങ്ങൾ ഡയഗ്നോസിസ് ചെയ്യുന്നതും ഒരു പരിധി വരെ, അതായത് സർജറി പോലും റോബോട്ട്സ് ചെയ്യുന്ന ഒരു ലെവലിലാണ് ഇന്ന് കാണാൻ പോകുന്നത്. വളരെ ഡിസിഷൻ മേക്കിങ്ങിൽ മാത്രമേ ആൾക്കാർ ആവശ്യം വരുള്ളൂ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളി ഒരു ഹൈ പ്രൊഫൈൽ എംപ്ലോയി ആണ്. അദ്ദേഹം ഇപ്പൊ ഇന്ത്യയിലാണ് ഹ്യൂജ് എന്നൊക്കെ പറഞ്ഞ കമ്പനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ആളാണ്. ഇന്ത്യയിലെ ഒരു US ബാങ്കിന്റെ ഏകദേശം 40,000-50,000 എംപ്ലോയീസ് ഉള്ള ഒരു ബാങ്കിന്റെ ഇന്ത്യ ഫിലിപ്പീൻസ് ഹെഡാണ്. അപ്പൊ അങ്ങേര് പറഞ്ഞ അദ്ദേഹം ടെക്നോളജി പേഴ്സൺ ആണ്. ഭാരതി എന്ന് പറഞ്ഞ നമ്മുടെ എയർടെലിന്റെ പേരന്റ് കമ്പനിയായ ഭാരതിയുടെ CTO ആയിരുന്നു. അങ്ങേര് പറഞ്ഞത്, അവര് ഒരു 2 വർഷം മുമ്പാണ് അദ്ദേഹം എക്സിക്യൂട്ടീവ് MBA അറ്റൻഡ് ചെയ്തത്. എക്സിക്യൂട്ടീവ് MBA എന്ന് പറഞ്ഞാൽ ടോപ്പ്, അതായത് നമ്മൾ MBA സാധാരണ കോളേജുകളിൽ പഠിപ്പിക്കുന്നത് വേറെ ആരുടെയും കമ്പനി മാനേജ് ചെയ്യാനാണ്. ഈ എക്സിക്യൂട്ടീവ് MBAക്കകത്ത് വരുന്ന ടാറ്റയും അതുപോലുള്ള ആൾക്കാർ, ബിസിനസ്സിൽ CEO ലെവലിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് എക്സിക്യൂട്ടീവ് MBAക്ക് വരുന്നത്. അപ്പൊ അദ്ദേഹം അതൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ കമ്പനിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് പണ്ട് 3 വർഷം മുമ്പ് അവർ കൂടിയ ബോർഡ് മീറ്റിംഗിൽ ഇരുന്ന് പറഞ്ഞത്, അവിടെ ഒന്നും അത് മനുഷ്യർ തന്നെ വേണം, മെഷീൻസ് ആയാൽ പറ്റിയല്ല എന്ന് കൂടിയിരുന്ന മീറ്റിംഗിൽ ഇപ്രാവശ്യം കൂടിയപ്പോൾ പറഞ്ഞത്, ഹ്യൂമൻ ഇന്റർവെൻഷൻ ആവശ്യമില്ല, ടോപ്പ് ലെവലിൽ മാത്രം ഹ്യൂമൻ ഇന്റർവെൻഷൻ മതി, ബാക്കി എല്ലാവരും പിരിച്ചു വിട്ടേക്കാനാണ്. ഒറ്റ സ്ട്രെച്ച് 15,000 പേരെ പിരിച്ചു വിട്ടു. 15,000 ആൾക്കാരെ ഇന്ത്യയിൽ നേരെ ബാംഗ്ലൂരും ഹൈദരാബാദും ഉള്ള ഓഫീസിൽ നിന്ന് 15,000 പേരെ പറഞ്ഞു വിട്ടു. കാരണം അവിടെയൊക്കെ മനുഷ്യന്റെ ആവശ്യമില്ല, മെഷീൻസ് ആണ് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. ഇതൊന്നും മനസ്സിലാക്കാതെ ഇന്നും പുതിയ ആൾക്കാരെ പഠിപ്പിച്ച് ജോലിക്ക് പോകാനാണ് പേരൻസ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയുള്ള കാലം സുഖകരമായിരിക്കില്ല. മാർക്കറ്റിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് സുഖകരമായിരിക്കില്ല. ഇനി റീറ്റെയിൽ സെഗ്മെന്റും വളരെ വലുതായിട്ട് ചേഞ്ച് ചെയ്യാൻ പോകും. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ, ഉൾക്കൊള്ളാൻ പറ്റുമോ ഇപ്പൊ? പക്ഷെ നാളെ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ വീട്ടിലൊരു ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജിൽ നമുക്ക് മിനിമം 4 മുട്ട വരുന്ന സമയത്ത് ആ ഫ്രിഡ്ജ് തന്നെ ഓർഡർ ചെയ്യുന്ന, അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് അല്ലെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സൂപ്പർ മാർക്കറ്റിന് ഓർഡർ കൊടുത്ത് വാങ്ങുന്ന ഒരു ലെവലിലേക്ക് വരും എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റും? നമ്മുടെ ഫ്രിഡ്ജ് 10 മുട്ട ഇപ്പോൾ ഉണ്ട്, നമ്മൾ ആ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിച്ചു, 4 എണ്ണം മിനിമം സ്റ്റോക്ക് ആകുമ്പോൾ ഫ്രിഡ്ജ് തന്നെ ഓർഡർ കൊടുക്കുകയാണ്. ഇത് അധികം കാലമില്ലാതെ വരും, സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലായിരിക്കും. ഈ ഫ്രിഡ്ജിന് തന്നെ, അല്ലെങ്കിൽ നമുക്ക് ആ ഫ്രിഡ്ജിന് തന്നെ ഏത് സൂപ്പർ മാർക്കറ്റിലാണ് വില, ഇനി ഓൺലൈനാണ് വിലക്കുറവെങ്കിൽ ആ ഓൺലൈനിൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ സ്വയമായിട്ട് തീരുമാനിച്ചു. അതായത് നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇത് തന്നെ മെഷീൻസ് തന്നെ ചിന്തിച്ച് ചെയ്യുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ വരുന്നത്. എല്ലാ മേഖലയിലും റീറ്റെയിൽ സെഗ്മെന്റ് ഒക്കെ ഭീകരമായിട്ട് ബാധിക്കാൻ പോകുന്നതാണ്. കാരണം ഇത് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ പറ്റാന്നിട്ട് ഇവിടുത്തെ വലിയ വലിയ കമ്പനികൾ പോലും പലതും പൂട്ടിപ്പോയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാവുന്ന അറിയില്ല. ടപ്പർവെയർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കാലത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലേഡീസിന് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഏറ്റവും ഹൈ ക്വാളിറ്റി കണ്ടെയ്നർ ആയിരുന്നു അവരുടെ പ്രോഡക്റ്റ് മെയിൻ ആയിട്ട്. ഒരാളും കോമ്പറ്റീറ്റർ ഇല്ലായിരുന്ന കമ്പനിയാണ്. ആ കമ്പനി തന്നെ ഇന്ന് പൂട്ടിപ്പോയി. കാരണം എന്തുകൊണ്ടാണ്? ഇന്ന് പല കമ്പനികളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. കാരണം അവരുടെ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിന്റെ പകുതി വിലയ്ക്കും 3-1 വിലയ്ക്കും 4-1 വിലയ്ക്കും ഓൺലൈനിൽ വേറെ പ്രൊഡക്റ്റുകൾ, വേറെ കമ്പനികൾ വന്ന് കീഴടക്കി കഴിഞ്ഞു. കാരണം അവരെ സംബന്ധിച്ച് ഈ ഇത്രയും ആൾക്കാർക്ക് അതിന് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നവർക്ക് മുഴുവൻ കമ്മീഷൻസ് കൊടുത്തു വരുമ്പോൾ ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് 1000 രൂപയാണെങ്കിൽ ഇവിടെ 400 രൂപയ്ക്കും 300 രൂപയ്ക്കും ഓൾമോസ്റ്റ് സിമിലർ പ്രൊഡക്റ്റുകൾ വന്നു. ആ കമ്പനി ക്രാഷ് ചെയ്തു. ഇതുപോലെ കമ്പനികൾ ഇന്ന് ഭയങ്കര ത്രെട്ടിലാണ്. കാരണം നാളെ എന്താവുമെന്ന് പല കമ്പനികൾക്കും അറിയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇന്ത്യൻ പോപ്പുലേഷന്റെ ഏകദേശം 60% ആൾക്കാർ 35-35 വയസ്സിന്റെ താഴെയാണ്. കാരണം എന്തുകൊണ്ടാണ് ഇന്ത്യ സൂപ്പർ പവർ ആകുമെന്ന് പറയുന്നതിന്റെ കാരണം, പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരാനുള്ള കാരണം എന്താണ്? കാരണം ഇന്ത്യയിലെ ഈ യങ് പോപ്പുലേഷൻ ആണ്. 35 വയസ്സിന് താഴെയാണ് 60% ആൾക്കാർ. ഈ 60% വരുന്ന 35 വയസ്സിന് താഴെയുള്ളവർ മുഴുവൻ ടെക്നോളജി പ്ലാറ്റ്ഫോമിലാണ്. അവര് ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റുമായിട്ട് നടക്കുന്ന ബിസിനസ്സിൽ അവർക്ക് വരാൻ താല്പര്യമില്ല. ഇന്ന് ഡയറക്ട് സെല്ലിങ്ങിലാണെങ്കിൽ തന്നെ മിക്കവാറും എല്ലാ കമ്പനികളും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ചാണ് യങ്സ്റ്റേഴ്സ് വരുന്നില്ല എന്നുള്ളത്. എല്ലാ കമ്പനികൾക്കും നന്നായിട്ട് അറിയാം, പക്ഷെ അതിൽ വർക്ക് ചെയ്യുന്ന പല ആൾക്കാർക്കും അറിയാൻ മേല എന്നുള്ളതാണ് സത്യം. കമ്പനികൾക്ക് അറിയാം ഈ ത്രെട്ട് അവർക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഈ ടെക്നോളജി അവർക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പഴയ സ്റ്റോറിയൊക്കെ പറഞ്ഞ് ആൾക്കാരെ പിടിച്ചു നിർത്താൻ മാത്രമേ അവർക്ക് പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ഇന്ന് മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സാധനം. ഇപ്പൊ റീറ്റെയിൽ സെഗ്മെന്റും ഭീകരമായിട്ട്, നിങ്ങൾക്ക് എത്ര പേർക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് ഒരു ഡ്രൈവർലെസ് കാർ ഇറങ്ങുന്നു, ഡ്രൈവർ ഇല്ലാതെ കാർ ഓടിക്കാൻ പറ്റുന്നു? ആ ഡ്രൈവർ, നമുക്കിനി കാർ ഓടിക്കണമെങ്കിൽ പ്രത്യേക ലൈസൻസ് വേണം. കാരണം ഡ്രൈവർലെസ് കാറിനിടയിൽ കൂടെ നമുക്ക് ഡ്രൈവർ തന്നെ ഓടിക്കണമെങ്കിലാണ് റിസ്ക്.
അതിന് വേറെ നമ്മൾ ലൈസൻസ് എടുക്കേണ്ടി വരുന്ന ഒരു കാലത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ സമസ്ത മേഖലയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു മെയിൽ വന്നിട്ടുണ്ടാവും, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ന ഇതിൽ നിന്ന് നമ്മൾ ഇന്നതിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, കാരണം അവിടെയാണ് പ്രോഫിറ്റ് കൂടുതൽ. നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ടതിന് പകരം സിസ്റ്റം തന്നെ ചിന്തിച്ച് ചെയ്യുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് ഹ്യൂമൻ ഇന്റർവെൻഷൻ, മനുഷ്യന്റെ ഇന്റർവെൻഷൻ ആവശ്യം എന്ന് പറയുന്നത് ഹയർ ലെവലിൽ മാത്രം, ഡിസിഷൻ മേക്കിങ്ങിൽ മാത്രമേ ആവശ്യമുള്ളൂ. ബാക്കി മുഴുവൻ മെഷീൻസ് ചെയ്യുന്ന ഒരു ലെവലിലാണ് നിൽക്കുന്നത്. ഇന്ത്യ അതുകൊണ്ടാണ് ബിഗ് ടൈം വളരും എന്ന് പറയുന്നതിന്റെ കാര്യം. 35% പോപ്പുലേഷൻ പഴയ കണക്കാണ്. 50% ഇന്ത്യൻ പോപ്പുലേഷന്റെ 50% 25 വയസ്സ് താഴെയാണ്. 25 വയസ്സ് താഴെയുള്ള 50%, അല്ലെ 35 വയസ്സ് താഴെയാണ് ഇന്ത്യയിലെ 60% ആൾക്കാരും. ഈ ആൾക്കാരാണ് നാളെ ഈ ലോകം കീഴടക്കാൻ പോകുന്നത്. അവര് മുഴുവൻ ടെക്നോളജി പ്ലാറ്റ്ഫോമിലാണ്. ആ ടെക്നോളജി പ്ലാറ്റ്ഫോമിലേക്ക് വരാനുണ്ടായ കാരണം, എന്നെ സംബന്ധിച്ച് ശരിയായ രീതിയിൽ ഒരു നല്ല കമ്പനി, നല്ലൊരു പ്രൊഡക്റ്റ്, ജെന്യൂൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്, ഒരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയെ ഞാൻ നോക്കിയിരിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് സീരിയസ് ആയിട്ട് കാണാൻ കാരണം അതാണ് ഫ്യൂച്ചർ. അതുകൊണ്ടാണ് ഇനി ഇതിനകത്ത് അല്ലാതെ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നവരെ സംബന്ധിച്ച് മിച്ചം കാണുകയില്ല. അപ്പൊ ഇനി 95% നമ്മുടെ ജോലികൾ മെഷീൻസ് ചെയ്യും, നമ്മളെക്കാളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. അപ്പൊ മെഷീൻസിന് ആകെ കൂടി പറ്റാത്തൊരു കാര്യം, അവർക്ക് ഹാർട്ടേ ഉള്ളൂ, അവർക്ക് ബ്രെയിനേ ഉള്ളൂ, ഹാർട്ടില്ല. കാരണം അവർക്ക് ഒരു ഇമോഷൻ ഉണ്ടാക്കാനായിട്ട്, ഇപ്പൊ ഒരു ബാങ്കിൽ ചെന്നു മെഷീൻസ് കൊണ്ട് കാര്യങ്ങൾ വീട്ടിൽ ഇരുന്ന് ഓൺലൈൻ ചെയ്യാം, പക്ഷെ ഒരു ബാങ്കിൽ ചെല്ലുമ്പോൾ ഒരു ചിരിക്കുന്ന മുഖം കാണാൻ മാത്രമേ ഇവർക്ക് ചിരിച്ച് നമ്മൾക്ക് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ മെഷീൻസിന് ചിലപ്പോൾ സാധിക്കാതെ വരും. അവിടെയാണ് മനുഷ്യന് ആവശ്യം വരുന്നത്. അപ്പൊ അവിടെ മനുഷ്യന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ആർക്കാണ് പീപ്പിൾ സ്കില്ലുള്ളത്, ആൾക്കാരെ മാനേജ് ചെയ്യാൻ അറിയാവുന്നത്. കാരണം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ ഒരു പരിധി വരെ ഈ ടെക്നോളജി എന്ത് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി കൂടുതൽ പറ്റത്തില്ല. കാരണം ആൾക്കാർ ചിരിക്കുന്ന മുഖം ഉള്ളിടത്ത്, അല്ലെ ആൾക്കാരെ കൊണ്ടു നടക്കാൻ, ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർക്ക് എന്നും ഫ്യൂച്ചർ ഉണ്ടാവും. അപ്പൊ ഇത് നമ്മൾ എപ്പോഴും ഹൈ ഇൻകം സ്കില്ലിലേക്ക് വരിക. ഹൈ ഇൻകം സ്കിൽ എന്ന് പറഞ്ഞാൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഒരു ഹൈ ഇൻകം സ്കില്ലാണ്. കാരണം ഇവിടെ മാഗ്ലേണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ബിസിനസ്സിലാണ്, അത് ടെക്നോളജി പ്രോഡക്റ്റുമാണ്. അപ്പൊ ടെക്നോളജി ഉണ്ട്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഉണ്ട്, ടൈം ഈസ് പെർഫെക്റ്റ്. കാരണം എപ്പോഴും നമുക്ക് ഓപ്പർച്യൂണിറ്റികൾ റൈറ്റ് ബിസിനസ് റൈറ്റ് ടൈമിൽ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പൊ നമുക്കിപ്പം വേണമെങ്കിൽ ഗോദ്രേജിന്റെ ടൈപ്പ് റൈറ്റിംഗ് മെഷീന്റെ ഡീലർഷിപ്പ് എടുക്കാം. ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഉഗ്രം പ്രൊഡക്റ്റുമാണ്, ഗോദ്രേജ് ഉഗ്രം കമ്പനിയാണ്. പക്ഷെ ഗോദ്രേജിന്റെ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ എടുത്തു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്താണ്? കാരണം ഈ കാലഘട്ടത്തിന് യോജിച്ചത് അല്ല. പ്രൊഡക്റ്റ് നല്ലതാണ്, കമ്പനി ഗോദ്രേജ് നല്ലതാണ്, കമ്പനിയാണ്, പ്രോഡക്റ്റ് നല്ലതാണ്, പക്ഷെ കാലഘട്ടത്തിന് യോജിച്ചതല്ല. അപ്പൊ ഈ കാലഘട്ടത്തിന് യോജിച്ചതും നല്ല പ്രൊഡക്റ്റും ആയിട്ടുള്ള സാധനം, അതുകൊണ്ടാണ് മാഗ്ലേൺ ഇത്ര ഇമ്പോർട്ടൻസ് പറയുന്നത്. അതാണ് ടെപ്പർവെയറിന്റെ സ്റ്റോറി ഞാൻ നേരത്തെ പറഞ്ഞത്. കമ്പനീസ് പല കമ്പനീസ് സ്ട്രഗിൾ ചെയ്യാണ്. അപ്പം എംപ്ലോയീസിന് പല ആൾക്കാരും ബിസിനസ്സുകൾക്ക് മോശമാണ്, എന്നാൽ ജോലിക്ക് പോയേക്കാന്ന് വിചാരിച്ചാൽ ബിസിനസ് ഉണ്ടല്ലേ ജോലിയുള്ളൂ. ബിസിനസ്സിൽ ആർക്കാ ജോലി കിട്ടുന്നത്? ഇവിടെ കേരളത്തിൽ പൊതുവെ ആൾക്കാർക്ക് അറിയാൻ മേലാത്തൊരു കാര്യമാണ്. കേരളത്തിൽ ഒരു വിശ്വാസം, തൊഴിലാളികളാണ് മുതലാളിമാരെ പിടിച്ചു നിർത്തുന്നത്. അല്ല, മുതലാളിയെ സംബന്ധിച്ച് ഓപ്ഷൻസ് പലതുണ്ടാവും. മുതലാളി എന്ന് പറഞ്ഞാൽ ആരാണ്? എന്തെങ്കിലും ചെയ്യുന്നവർ. അതായത് മുതലാളി എന്നുള്ള ടെർമിനോളജി തന്നെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. അതായത് തൊഴിൽ ദാതാവ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ശരിക്കും റെസ്പെക്ട് കിട്ടേണ്ടത്. ജോലിക്കാരനാവണോ ജോലി കൊടുക്കുന്നവരാവണോ? തൊഴിൽ ദാതാവിനാണ് റെസ്പെക്ട് കൂടുതൽ കിട്ടേണ്ടത്. കുട്ടികളെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാത്തതിന്റെ പ്രശ്നമാണ് ആൾക്കാർ ഈ ജോലി എന്ന് പറഞ്ഞ് നടക്കുന്നത്. എന്റർപ്രണർഷിപ്പ് എന്നാണ് ഫ്യൂച്ചർ. എന്റർപ്രണർ ആവുക എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ജോലിക്കാരനാകുന്നതിന് പകരം 10 പേർക്ക് ജോലി കൊടുത്ത് 10 പേർക്ക് ശമ്പളം കൊടുക്കുന്ന ആളായിട്ട് മാറുക എന്നുള്ള ലെവലിൽ കുട്ടികളെ പഠിപ്പിക്കാത്തതിന്റെ പ്രോബ്ലമാണ് ഇന്നുള്ളത്. അപ്പൊ ഇതാണ് നമ്മൾ ഇനി ഭാവിയിൽ കാണാൻ പോകുന്ന ഒരു വലിയൊരു മാറ്റം. ഞാനിന്ന് പ്രധാനമായിട്ടും കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് അതായത് ഇന്നത്തെ ട്രെൻഡ് നമ്മൾ റൈറ്റ് ടൈമിൽ റൈറ്റ് ബിസിനസ്സിലാണോ എന്നുള്ള കാര്യം ആദ്യം ബോധ്യപ്പെടണം. കാരണം നമ്മൾ ആൾക്കാരോട് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ, എനിക്കും എപ്പോഴും നമ്മളൊരു പുതിയൊരു പ്രോജക്റ്റ് ടേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് 100,000 ചോദ്യങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ പല ആൾക്കാരും അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, അയ്യോ ശരിയാണോ തെറ്റാണോ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഈ സമയത്തിന് പറ്റിയതാണോ, ഞാൻ തെറ്റാണോ ചെയ്യുന്നത്, ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് നമ്മുടെ ഒത്തിരി വരും. നമ്മുടെ വീട്ടിലെ ലേഡീസും വൈഫും ഒക്കെ ചിലപ്പോൾ പറയും. കാരണം നമ്മൾ പ്രത്യേകിച്ച് ആണുങ്ങൾ പോയി പല മണ്ടത്തരങ്ങളും ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടായിരിക്കും. പല മണ്ടത്തരങ്ങൾ കാണിച്ച ആൾക്കാരാണ് ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ മുഴുവൻ സംഭവിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ മണ്ടത്തരങ്ങൾ കാണിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ടനാണെന്നല്ല അർത്ഥം. മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുള്ളത് മാത്രമാണ് ലോകത്തിൽ അത്ഭുതങ്ങൾ സംഭവിപ്പിച്ചിട്ടുള്ളത്. അതിന് മുമ്പുള്ള പ്രോസസ്സാണിത് എന്നെപ്പോഴും മനസ്സിലാക്കുക. കാരണം നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഇതിനകത്ത് നമ്മളിന്ന് മാഗ്ലേൺ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടൈമിൽ റൈറ്റ് ബിസിനസ്സിലാണെന്നുള്ളതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ആ ബോധ്യമാണ് ഉണ്ടാവേണ്ടത്. കാരണം നമ്മൾ എഫർട്ട് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എവിടെയാണ്, നമ്മൾ എഫർട്ട് എടുക്കുന്ന പാടാണോ, ഈ ടൈമിന് യോജിച്ചതാണോ, ഇതൊക്കെ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ മാഗ്ലേൺ എന്ന് പറഞ്ഞാൽ ഇന്ന് ടൈമിന് ഉള്ള ഒരു സംഭവം തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു അർജൻസി എന്താണ്? ഇപ്പോഴത്തെ അർജൻസി എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട്, ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള പല ആൾക്കാരും നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ടഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരാളെ സ്പോൺസർ ചെയ്തിട്ടുള്ളതായിരിക്കാം, ഈ ലെവലിലായിരിക്കാം നമ്മൾ നിൽക്കുന്നത്.
ഇവിടെ നമുക്ക് മാക്ലൻ തന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി എന്താണ്? മാക്ലൻ തന്നിരിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയാം, ക്രിപ്റ്റോ എന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ ആൾക്കാർ കിടന്ന് ഓടുന്നുണ്ട്. ആൾക്കാർക്ക് കൃത്യമായ ധാരണയില്ല എന്താണ് ക്രിപ്റ്റോ എന്ന്, യാതൊരു ഐഡിയയും പല ആൾക്കാർക്കും ഇല്ല. കൂടുതൽ ആൾക്കാർക്കും അറിയാവുന്നത് കാശ് പോയവരെയാണ്. അപ്പൊ ഈ കാശ് പോയ ആൾക്കാരെ ആണ് കൂടുതൽ ആൾക്കാർക്കും അറിയാവുന്നത്. അതുകൊണ്ട് ക്രിപ്റ്റോ എന്ന് കേൾക്കുന്നതിന് മുമ്പ് തന്നെ പലരും നെഗറ്റീവ് ആയിരിക്കും പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? സബ്ജക്ട് നോളജ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ലോകം മുഴുവൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തിനെ കുറിച്ചോ ക്രിപ്റ്റോയെ കുറിച്ചോ ഇതിനെക്കുറിച്ചോ ഒന്നും ധാരണ ഇല്ലാതെ സ്ക്രീൻ ഏതാ കിടക്കുന്നത്, ലോകം മുഴുവനുള്ള ഈ മാർക്കറ്റ് ഇന്ന് നടക്കുന്ന എന്താണെന്ന് പോലും അറിയാതെയാണ് പല ആൾക്കാരും ഇതിനെക്കുറിച്ച് പറയുന്നത്. എനിക്കറിയാം ക്രിപ്റ്റോ അല്ല, എനിക്കറിയാം മറ്റവൻ പോയി കാശ് പോയിട്ടുണ്ട്, അല്ലെ ട്രേഡിംഗ് അല്ല, നമുക്കറിയാം. ഇങ്ങനെയാണ് പല ആൾക്കാരും പറയുന്നത്. അപ്പൊ മനസ്സിലാക്കിയിരിക്കേണ്ടത് 99% ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇതിനകത്ത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇത്രയൊരു ധാരണ ഉണ്ടെന്ന് വിചാരിക്കാം. 99% ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. പല ആൾക്കാർക്കും ആരെങ്കിലും ഒക്കെ പറയുന്ന കേട്ട് ചിലപ്പോൾ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ട്രേഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, കൂടുതൽ കേസിലും പൈസ പോകുന്നതാണ് ആൾക്കാർ സംഭവിക്കാറ്. ഇതിന് ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഇവിടെ പല ആൾക്കാരും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എറണാകുളത്തൊക്കെ ആണെങ്കിൽ ഒരു 35,000 രൂപ 50,000 രൂപ വരെ മറ്റും ചാർജ് ചെയ്യുന്നുണ്ട് ഇത് ട്രേഡിംഗ് പഠിപ്പിക്കാനുള്ള 3 months കോഴ്സ്. ഇപ്പൊ ദുബായിലൊക്കെ ആണ് 2.5 ലക്ഷം രൂപ എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രേഡിംഗ് പഠിപ്പിച്ചാൽ തന്നെ, ഒരു 3 മാസത്തെ കോഴ്സ് പഠിച്ചാൽ തന്നെ അതിനകത്ത് തന്നെ 25% ആൾക്കാർ പോലും ചെയ്യില്ല. എന്ന് വെച്ചാൽ റിയൽ മാർക്കറ്റ് നമ്മൾ ചെയ്യുമ്പോൾ പൈസ പോകും, ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ആൾക്കാർ വളരെ സൂക്ഷിച്ച് കെയർഫുൾ ആയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഡ്രൈവിംഗില് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പോയി ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം. ലൈസൻസ് ഉള്ള ധാരാളം പേരുണ്ട്. പക്ഷെ വണ്ടി ഓടിക്കുന്നവർ, ലൈസൻസ് ഉള്ളവരെല്ലാവരും വണ്ടി ഓടിക്കുന്നില്ല. പിന്നെ ലൈസൻസ് എടുക്കുന്നതിൽ കൂടുതൽ ആൾക്കാരും വണ്ടി ഓടിക്കുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം വണ്ടി ഉപയോഗിക്കാതിരിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് നമ്മൾ ഓടിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് സത്യം. ഇതിനെ സംബന്ധിച്ച് അതല്ല, ഓൾറെഡി ആൾക്കാർ ഇത് പഠിച്ചാലും വേറെ തൊഴിലുകളുണ്ട്. മാത്രമല്ല പുതിയ സ്കിൽ എപ്പോഴും പഠിക്കാൻ പലരും മടിയുള്ളവരാണ്. പുതിയ എന്ത് കാര്യങ്ങളും പഠിക്കാൻ, കാരണം ഏറ്റവും മടിയുള്ള പരിപാടി നമുക്ക് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പരിപാടി തന്നെ ചെയ്തുകൊണ്ടിരിക്കും കൂടുതൽ ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് തന്നെ പഠിക്കുന്നവർ തന്നെ 25% ആൾക്കാരും ഇത് ചെയ്യുന്നില്ല. അപ്പൊ അവിടെയാണ് ഒരു മാക്ലൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ പ്രസക്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യങ് കമ്പനി, അതായത് ജസ്റ്റ് ഒരു 1.5 വർഷമായിട്ട് അവർ ഇതിന്റെ പുറകെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 1 മാസമായിട്ട് ഇത് ലോഞ്ച് ചെയ്തിട്ട് ഒരു യങ് കമ്പനി അതിന്റെ ഗ്രോയിങ് ഫേസിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിന്റെ ടൈമിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ കസ്റ്റമർ അക്വിസിഷന്റെ സമയമാണ്. നമ്മളെ സംബന്ധിച്ച് അക്വിസിഷന്റെ ടൈമാണ്. ഈ മാക്ലനെ സംബന്ധിച്ച് ഇപ്പൊ കസ്റ്റമറെ മാക്സിമം അതിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ടൈമാണ്. ഏതൊരു കമ്പനിക്കും ഈ ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടൈമിൽ കമ്പനിയുടെ കൂടെ നിന്ന് ആര് ബിൽഡ് ചെയ്യുന്നോ അവർക്ക് ഹ്യൂജ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, വലിയ അസറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് 1 വർഷം കഴിഞ്ഞും ചെയ്യാം, 2 വർഷം കഴിഞ്ഞും ചെയ്യാം. പക്ഷേ ഈ സെയിം ഓപ്പർച്യൂണിറ്റി ആയിരിക്കില്ല. കാരണം എപ്പോഴും ആ ഗ്രോയിങ് ഫേസിൽ ഒരു പുതിയ കമ്പനിയുടെ ഒരു സ്റ്റഫുള്ള ഒരു കമ്പനി, ബേസുള്ള ഫൗണ്ടേഷനുള്ള ഒരു സ്റ്റഫുള്ള ഒരു കമ്പനിയുടെ കൂടെ ഇനീഷ്യലി അവരുടെ ഗ്രോത്ത് ഫേസിൽ ആരൊക്കെ നിൽക്കുന്നോ അവരാണ് ഏറ്റവും കൂടുതൽ അസറ്റ് ഉണ്ടാക്കുന്നത്, ഒരു സംശയമില്ല. അപ്പൊ അതിന്റെ റൈറ്റ് ടൈമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അതും പ്രത്യേകിച്ച് കേരളത്തില് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു ലോകത്തെ മൊത്തം ആയിട്ടൊന്നും പറയാൻ പറ്റും. മുരളി മോഹൻ സാർ, നിങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും, അദ്ദേഹത്തെ ഇതിനകത്ത് പ്രസന്റേഷനൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം വളരെ ഇതിനകത്ത് 2018 മുതൽ ഇതിലുള്ളതാണ്. ഈ ക്രിപ്റ്റോ ട്രേഡിങ്ങിലും ഈ ബിസിനസ്സിലും ഇൻവെസ്റ്റ്മെന്റിലും ഒക്കെ ഉള്ള ആളാണ്. അദ്ദേഹം വേറെ കമ്പനിയെ ഇന്ത്യ കൊണ്ടുവന്ന് വളരെ നല്ല ലെവലിൽ വിജയിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ ഒരു ടീമിന്റെ കൂടെയാണ്. നമ്മളുടെ ടീമിലുള്ള വിശ്വാസം ഉണ്ടാവണം, കമ്പനിയിലുള്ള വിശ്വാസം ഉണ്ടാവണം. പിന്നെ കമ്പനിക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെന്റോ നമ്മളെ ഡെപ്പോസിറ്റോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം പഠിക്കാനുള്ള ഈ ഒരു ലേണിംഗ് ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ കമ്പനിയിൽ ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. കമ്പനിയെ നമ്മൾ വിലയ്ക്ക് മേടിക്കാൻ പോകുന്നൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നു, അതിനുള്ള ഇൻകം ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മുടെ വാലറ്റ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്.